അഡ്വക്കേറ്റ് അരുൺകുമാർ, ഇപ്പോൾ മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനല്ലാത്ത രാഷ്ട്രീയത്തിനതീതമായി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെ തന്നെ പ്രതിരോധത്തിലാക്കുന്ന ഒരു നേതാവിന് CPM-ൽ സ്ഥാനമുണ്ടോ? ഇപ്പോൾ ശ്രീ ശശി തരൂർ കോൺഗ്രസിൻ്റെ AICC അംഗമാണ്, അതുപോലെ MP ആണ്. കോൺഗ്രസിൻ്റെ ഉള്ളിൽ തന്നെ നിരവധി സ്ഥാനങ്ങൾ വഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ്, പാർലമെൻറ്റിലടക്കം. അപ്പോൾ അദ്ദേഹം കോൺഗ്രസിൻ്റെ ഭാഗമായിരിക്കുന്നിടത്തോളം കാലം മറ്റൊരു പ്രസ്ഥാനത്തിലും അദ്ദേഹത്തിന് സ്ഥാനം ഉണ്ടാവില്ല. അദ്ദേഹത്തിന്റെ നയം വ്യക്തമാക്കിയും പക്ഷേ അദ്ദേഹത്തെ അനാഥനാക്കാൻ അനുവദിക്കില്ല എന്ന് പ്രധാനപ്പെട്ട CPM നേതാക്കൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടാണ് അല്ല, അത് ആ സാഹചര്യം വരുമ്പോൾ ഏതായാലും പ്രതികരിക്കേണ്ടത് നേതാക്കന്മാർ അതുപോലെ പ്രതികരിക്കുമല്ലോ. ഇപ്പോൾ ശ്രീ ശശി തരൂർ പറഞ്ഞത് പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ നേതൃപ്രതിസന്ധി ഉണ്ട് എന്നതാണ്. അടുത്ത കാലത്തായി UDF-ലെ തന്നെ പല ഘടകകക്ഷികളും ഉന്നയിക്കുന്ന കാര്യം തന്നെയാണ്. KPCC-യുടെ യോഗം പോലും ഒരുമിച്ചിരുന്ന് കൂടാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് ഇന്നും ഇന്നലെയുമെല്ലാം പ്രധാനപ്പെട്ട പത്രങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. KPCC പ്രസിഡന്റും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും ഒരുമിച്ചിരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകളും പ്രവൃത്തിയൊക്കെ നമ്മൾ നിരവധി കണ്ടതാണ്. അത്തരത്തിൽ സംഘർഷ ഫലിതമായിട്ടുള്ള ഈ സാഹചര്യം മാറ്റണമെന്ന് രണ്ടാമത്തെ മുതിർന്ന കക്ഷിയായ മുസ്ലിം ലീഗ് അടക്കം ആവശ്യപ്പെട്ടതും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഇടപെടലുകളും എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ അടിത്തറ വികസിപ്പിച്ചില്ലെങ്കിൽ മൂന്നാം തവണയും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരും എന്നാണ് അദ്ദേഹം പറഞ്ഞ മറ്റൊരു വാചകം ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ വായിച്ചത്. നമുക്കറിയാം, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എത്ര അടിത്തറ വികസിപ്പിച്ചാലും ആജീവനാന്ത പ്രതിപക്ഷമായിട്ട് തന്നെ ഇരിക്കേണ്ട ഒരു സാഹചര്യമാണ് UDF-നുള്ളത്. അപ്പോൾ ഈ അടുത്ത കാലത്ത് അദ്ദേഹം എഴുതിയ ആദ്യ ലേഖനത്തിൽ പോലും വലിയ തരത്തിൽ ഡേറ്റ അനലൈസ് ചെയ്തുകൊണ്ട് ലോക സാഹചര്യം കൂടി വിലയിരുത്തി ഇന്റർനാഷണൽ ഡേറ്റ വെച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ ലേഖനം, അതിൻ്റെ ഭാഗമായി അദ്ദേഹം വിശ്വപൗരനല്ല എന്ന് പറഞ്ഞ് ഈ ചർച്ചയിൽ ഉപയോഗിക്കാൻ പറ്റാത്ത പല വാക്കുകളും ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്താനാണ് യൂത്ത് കോൺഗ്രസ് ശ്രമിച്ചത്. അതുപോലെ നിരവധി അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ റെയിലിൻ്റെ ചർച്ച നടക്കുമ്പോൾ അദ്ദേഹം അതിനെ പെട്ടെന്ന് തള്ളി പറയാനൊന്നും തയ്യാറായില്ല. കോൺഗ്രസിൻ്റെ MP-മാർ റെപ്രസെൻറ്റേഷൻ കൊടുത്തപ്പോൾ അതിൽ ഒപ്പിടാൻ അദ്ദേഹം തയ്യാറായില്ല. അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു വലിയ സെമിനാർ കോഴിക്കോട് വെച്ച് ഇദ്ദേഹം പങ്കെടുക്കാൻ പോകുന്നതിൻ്റെ തലേദിവസം അത് ഉപേക്ഷിച്ചതുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അടുത്ത കാലത്ത് പല വികസന കാഴ്ചപ്പാടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞ അഭിപ്രായം വളരെ ഗൗരവമായിട്ട് തന്നെ കേരളത്തിലെ യുവജനങ്ങൾ ചർച്ച ചെയ്തു. പ്രത്യേകിച്ച് വികസനത്തെ പിന്തുണയ്ക്കുന്ന എല്ലാ വിഭാഗം ആളുകളും രാഷ്ട്രീയ ഭേദമന്യേ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടായി. അപ്പോൾ അത്തരത്തിൽ അഭിപ്രായം പറയുന്നവരെ ഒറ്റപ്പെടുത്തുന്ന, വളരെ മോശം ലാംഗ്വേജ് ഉപയോഗിക്കുന്ന, ആക്രമിക്കുന്ന സാഹചര്യം അദ്ദേഹത്തെ കൂട്ടുള്ള ഒരു പൗരന് അതിനോട് യോജിച്ചു പോകാൻ പറ്റാത്ത സാഹചര്യമായിരിക്കും. അടിത്തറ വികസിപ്പിക്കാൻ, അടിത്തറ ഉറപ്പുള്ളതാക്കാൻ ശശി തരൂരിന്റെ സംഭാവന എന്താണെന്നാണ് CPM-ന്റെ ഒരു മനസ്സിലാക്കൽ? അല്ല, അതൊക്കെ അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന പ്രസ്ഥാനവും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം നോക്കേണ്ടതാണ്. ഇപ്പോൾ അവസാനമായി നടന്ന 4 നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇപ്പോൾ 20 കൊല്ലത്തെ കേരളത്തിൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം എടുത്താൽ 2006-ൽ UDF-ന് കിട്ടിയ സീറ്റ് 57ആണ്. 2011 ആയപ്പോൾ അത് 72ആയി. കേവല ഭൂരിപക്ഷത്തിന് 2 സീറ്റ് വർധനവ്. അത് 2016 ആയപ്പോൾ 47 കുറഞ്ഞു. 2021 ആയപ്പോൾ അത് 41 കുറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ 20 കൊല്ലം UDF-ന്റെ മൊത്തത്തിലുള്ള പെർഫോമൻസ് ആണ് ഞാൻ പറഞ്ഞത്. 57, 72, 47, 41. എന്നാൽ ഇപ്പോഴത്തുള്ള LDF 2006-ൽ 98 സീറ്റുണ്ട്. 2011-ൽ വലിയ തരംഗത്തിൽ ഞങ്ങൾ പോകുമ്പോഴും 2 സീറ്റ് വ്യത്യാസത്തിന് 68 സീറ്റായിട്ടാണ് കുറഞ്ഞത്. 2016 ആയപ്പോൾ അത് 91ആയി. 2021 ആയപ്പോൾ 99ആയി. സീറ്റിൻ്റെ വോട്ടിംഗ് ശതമാനം ഞാൻ വായിക്കുന്നില്ല, എൻ്റെ മുന്നിലുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അടിത്തറ ആരുടേതാണ് വിപുലം? അത് പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രം വേറെയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും എടുത്ത് നോക്കുമ്പോൾ ആ അടിത്തറ കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും. UDF-ൽ തന്നെ അവസാനത്തെ 2 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ലീഗും തമ്മിലുള്ള സീറ്റ് വ്യത്യാസം വളരെ തുച്ഛമായിട്ടുള്ള സീറ്റ് വ്യത്യാസമുള്ളൂ. ഇപ്പോൾ 21-15 ഈ തവണ. കഴിഞ്ഞ തവണ 22-18ആണ്. കഴിഞ്ഞ തവണ 4 സീറ്റ് വ്യത്യാസം ഉണ്ടായി. ഈ തവണ അത് 6 സീറ്റ് വ്യത്യാസമുണ്ട്. അതിൽ തന്നെ മുഖ്യ പ്രതിപക്ഷമായി ലീഗ് വരുന്നൊരു സാഹചര്യമുണ്ട് എന്ന് UDF-ലെ തന്നെ പല നേതാക്കന്മാർ വരുന്നുണ്ട്. അതുകൊണ്ട് അടിത്തറ എന്താണ്, ഇപ്പോഴെന്താണ് സാഹചര്യം, അത് ഇളകി മറിഞ്ഞു പോയില്ലേ എന്നുള്ള സാഹചര്യങ്ങളെല്ലാം കോൺഗ്രസ് തന്നെ പരിശോധിക്കേണ്ടതാണ്. ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വിജയമുണ്ടായി, അതുകൊണ്ട് അടിത്തറ ഭദ്രമാണെന്നാണ് അവർ ഓപ്പണായിട്ട് പറയുന്നത്. ഉപതെരഞ്ഞെടുപ്പിൽ അവരുടെ കയ്യിലിരുന്ന സീറ്റ് മാത്രമാണ് അവർക്ക് കിട്ടിയത്. ഭൂരിപക്ഷം കൂടുതൽ കിട്ടിയിട്ടുണ്ടാവും. ഒരു നേതാവ് മരണപ്പെടുമ്പോൾ ആ കുടുംബത്തിൽ നിന്ന് വരുമ്പോൾ ചിലപ്പോൾ ഭൂരിപക്ഷം കൂടും. അത്തരത്തിൽ സാഹചര്യങ്ങളാണുള്ളത്. ഞങ്ങൾ പക്ഷേ ഇതൊക്കെ ഒന്ന് നിരീക്ഷിക്കുന്നു എന്നേ ഉള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് പാലിച്ച് വികസന അജണ്ട പൂർത്തീകരിച്ച് വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് വേണ്ടി ഞങ്ങൾ സജ്ജരായിക്കൊണ്ടിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി സജ്ജരായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ പാർട്ടി കോൺഗ്രസ് ഏപ്രിൽ നടക്കുന്നു. പാർട്ടി സമ്മേളനം അടുത്ത ആഴ്ച ആരംഭിക്കുന്നു. അതിന്റെ ഭാഗമായി ഏതെങ്കിലും തരത്തിലൊരു കുറവുകളോ ശ്രദ്ധക്കുറവോ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് ഏറ്റവും ശക്തമായി താങ്കൾ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. കോൺഗ്രസ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന്റെ പ്രകടനം അന്ന് താഴോട്ടാണ്, ശതമാനക്കണക്കുകൾ വെച്ചാൽ താഴോട്ടാണ് എന്നുള്ള കാര്യം കോൺഗ്രസ് തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. അവിടെയാണ് ഇപ്പോൾ ശശി തരൂർ ഒന്നുകൂടി പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന പ്രതികരണങ്ങളിലേക്ക് വന്നിരിക്കുന്നത്.
ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.